അറബി ഭാഷാ പഠനം അന്നഹുൽ വാദിഹ് ദർസ് 16. അടുത്ത അധ്യായം അന്നഅ്തു. നഅ്ത്ത് അല്ലെങ്കിൽ സിഫത്ത്. നഅ്ത്ത് ചെയ്യപ്പെടുന്ന ഇസ്മിന് നാമത്തിന് മൻഊത്ത് അല്ലെങ്കിൽ മൗസൂഫ് എന്ന് പറയും. അൽ അംസിലത്ത് ഉദാഹരണങ്ങൾ. ഹാദാ കിതാബുൻ മുഫീദുൻ, ഇത് മുഫീദായ ഉപകാരപ്രദമായ കിതാബ് ഗ്രന്ഥമാണ്. ഖറഅ്തു കിതാബൻ മുഫീദൻ, ഞാൻ ഉപകാരപ്രദമായ ഗ്രന്ഥം വായിച്ചു. നളർത്തു ഫി കിതാബിൻ മുഫീദിൻ, ഞാൻ ഉപകാരപ്രദമായ ഗ്രന്ഥത്തിൽ നോക്കി. ഹാദാ മൈദാനുൻ ഫസീഹുൻ, ഇത് വിശാലമായ മൈതാനമാണ്. റഅയ്തു മൈദാനൻ ഫസീഹൻ, ഞാൻ വിശാലമായ മൈതാനം കണ്ടു. ജറൈതു ഫി മൈദാനിൻ ഫസീഹിൻ, ഞാൻ വിശാലമായ മൈതാനത്തിൽ സഞ്ചരിച്ചു, നടന്നു. തഫത്തഹത്തിൽ വർദ്ധത്തുൽ ജമീലത്തു, ഭംഗിയുള്ള പുഷ്പം റോസ് വിരിഞ്ഞു. തഫത്തഹ എന്ന് പറഞ്ഞാൽ വിടർന്നു, വിരിഞ്ഞു. ഖതഫത്തിൽ വർദ്ധത്ത അൽ ജമീലത്ത, ഭംഗിയുള്ള റോസ് ഞാൻ പറിച്ചെടുത്തു. നളർത്തു ഇലൽ വർദ്ധത്തിൽ ജമീലത്തി, ഭംഗിയുള്ള റോസിലേക്ക് ഞാൻ നോക്കി. അൽ ബഹ്സ്. ബഹ്സ് കുല്ലു കലിമത്തിൻ മിനൽ കലിമാത്തി സലാഹ്, ഈ 3 വാക്കുകൾ നിന്നുള്ള ഓരോന്നും മുഫീദ്, ഫസീഹ്, ജമീലത്ത്. മുഫീദ് ഉപകാരപ്രദം, ഫസീഹ് വിശാലം, ജമീലത്ത് ഭംഗിയുള്ള. തൻഅത്തുൽ ഇസ്മല്ലദി ഖബ്ലഹ, അതിന് മുമ്പുള്ള ഇസ്മിന് അത് വിശേഷണം പറയുന്നു. അപ്പോൾ മൈദാനുൻ ഫസീഹുൻ എന്ന് പറഞ്ഞാൽ വിശാലമായ മൈതാനം. മൈദാനുൻ എന്നുള്ളത് ഇസ്മ, ഫസീഹുൻ എന്നത് അതിൻ്റെ വിശേഷണമാണ്, നഅത്താണ്. അതായത് തദുല്ലു അലാ സിഫത്തിൻ ഫിഹി, ആ ഇസ്മിലുള്ള അതിലുള്ള ഒരു വിശേഷണത്തെ അത് അറിയിക്കുന്നു. വരിദാലിക, ഇക്കാരണത്താൽ തുസമ്മ നഅത്തൻ, അതിനെ എന്ത് പറയും? നഅത്ത് അല്ലെങ്കിൽ സിഫത്ത് എന്ന് പറയും. വയുസമ്മൽ ഇസ്മുല്ലദി ഖബ്ലഹ, അതിന് മുമ്പുള്ള ഇസ്മ് പറയപ്പെടും മൻഊത്തൻ, മൻഊത്ത് എന്ന് പറയപ്പെടും, മൗസൂഫ് എന്നും പറയാം. വഇദാ തഅമ്മൽത, നീ പരിശോധിച്ചാൽ, കുല്ല നഅത്തിൻ മിൻ ഹാദിഹി നുഊത്തി സലാസി, ഈ 3 നഅത്തുകളിൽ നിന്നുള്ള ഓരോ നഅത്തും വജത്തഹു, നിനക്ക് കാണാം, യത്ബഉൽ മൻഊത്ത, മൻഊത്തിനെ അത് പിന്തുടരുന്നതായിട്ട്. അതായത് അതിന് മുമ്പുള്ള ഇസ്മുണ്ടല്ലോ, നഅത്ത് ചെയ്യപ്പെട്ട വിശേഷണം പറയപ്പെട്ട ആ ഇസ്മിനെ, ആ നാമത്തെ അത് പിന്തുടരുന്നതായിട്ട് എല്ലാ കാര്യത്തിലും. ഇതിൽ ഫി റഫ്ഇഹി, അതിൻ്റെ റഫ്ഇലും, വനസ്ബിഹി നസ്ബിലും, വജർരിഹി അതിൻ്റെ ജറിലും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇറാബിൽ. ഫക്കലിമത്ത് മുഫീദുൻ, അപ്പോൾ മുഫീദുൻ എന്നുള്ള കലിമത്ത് ഫിൽ അംസലത്ത് സലാസത്തിൽ ഊല, ആദ്യത്തെ 3 ഉദാഹരണങ്ങൾ ജാഅത്ത് മർഫൂഅത്തൻ, ആദ്യം മർഫൂഅത്ത് റഫ്ആക്കപ്പെട്ടതായിട്ട് വന്നു. എങ്ങനെ റഫ്ആക്കപ്പെട്ടതായിട്ട് വന്നു? ഹാദാ കിതാബുൻ മുഫീദുൻ, ഇത് മുഫീദായ ഉപകാരപ്രദമായ ഗ്രന്ഥമാണ്. ഹാദാ മുബ്തദ, അപ്പോൾ അത് മബ്നിയാണ്, അതുകൊണ്ട് ഹാദാ തന്നെ വായിക്കും. കിതാബുൻ ഖബർ മർഫൂ റഫ് ബില്ലമ്മ, ലമ്മത്ത് കൊണ്ട് റഫ്ആക്കപ്പെട്ട ഖബറാണ് കിതാബുൻ. ഖബറിനെപ്പോഴും റഫാണല്ലോ. മുഫീദുൻ, മുഫീദുൻ നഅത്ത് അല്ലെങ്കിൽ സിഫത്ത്. മൻഊത്ത് ഏതാണ്? കിതാബുൻ. അപ്പോൾ ഇവിടെ റഫ്ആക്കപ്പെട്ടു വന്നു. നേരെ മറിച്ച് അടുത്തതിൽ ഖറഅതു, ഞാൻ വായിച്ചു. ഖറഅതു ഫിഅലുൻ ഫാഇൽ, കിതാബൻ മഫ്ഊലുൻ ബിഹി മൻസൂബുൻ ബി അൽ ഫതഹ്, കിതാബൻ നസ്ബാക്കപ്പെട്ടു, മഫ്ഊലുൻ ബിഹി ഒബ്ജക്റ്റ് കർമ്മത്തിൻ്റെ സ്ഥാനത്തായതുകൊണ്ട്. മുഫീദൻ, മുഫീദൻ അത് നഅത്ത്, അതെന്താണ്? കിതാബൻ എന്നതിൻ്റെ നഅത്താണ്, എൻ്റെ സിഫത്താണ്, എൻ്റെ വിശേഷണം. എങ്ങനത്തെ കിതാബ്? മുഫീദായ, യൂസ്ഫുള്ളായ, ഉപകാരപ്രദമായ. അപ്പോൾ മുഫീദൻ എന്ന് പറഞ്ഞു. കിതാബൻ എന്നത് എൻ്റെ ഇസ്മാണ്, മൻഊത്താണ്. അപ്പോൾ മൻഊത്തിൻ്റെ അതേ ഇറാബ് ആണ് മുഫീദൻ എന്നതിനും വന്നത്. മൻഊത്തിന് നസ്ബാണ്, ഫതഹത്ത് കൊണ്ട് നസ്ബ്, മുഫീദൻ എന്നതിനും നസ്ബ്. അതാണ് പറയുന്നത്. ഇനി അപ്പോൾ സുമ്മ മൻസൂബത്തൻ, പിന്നെ നസ്ബാക്കപ്പെട്ടു വന്നു മുഫീദൻ. സുമ്മ മജ്റൂറത്തൻ, ജറാക്കപ്പെട്ടു മുഫീദിൻ. എന്താണ്? ഫി കിതാബിൻ മുഫീദിൻ. നളർത്തു, ഞാൻ നോക്കി. ഫിഅലു ഫാഇൽ, ഫി കിതാബിൻ ജാർ മജ്റൂർ, ഫി എന്നുള്ള ജറിൻ്റെ ഹർഫ്, കിതാബിൻ മജ്റൂർ ജറാക്കപ്പെട്ട ഇസ്മ. മുഫീദിൻ നഅത്ത് അല്ലെങ്കിൽ സിഫത്ത്. മൗസൂഫ് ഏതാണ്? അല്ലെങ്കിൽ മൻഊത്ത് ഏതാണ്? കിതാബിൻ. അപ്പോൾ ഫി എന്ന് വന്നതുകൊണ്ടാണ്, ഫി എന്ന് മുമ്പിൽ വന്നതുകൊണ്ട്, ജറിൻ്റെ ഹർഫ് മുമ്പിൽ വന്നതുകൊണ്ടാണ് കിതാബിൻ, ബാഇന് കസ്റത്ത് കൊണ്ട് ജറ്. മുഫീദിൻ എന്നതിന് ജറ് വന്നത്, ദാലിന് അവസാനം ജറ് കണ്ടില്ലേ, അത് എന്തുകൊണ്ട് കസ്റത്ത് കൊണ്ട് ജറ് വന്നത്? എന്തുകൊണ്ടാണ്? എന്ത് കാരണം കൊണ്ടാണ്? കിതാബിൻ എന്ന മൻഊത്തിൻ്റെ ഇറാബാണ് അതിൽ വന്നത്. മൻഊത്ത് കിതാബിൻ എന്നത് അവിടെ ജറാണ്, അതുകൊണ്ട് മുഫീദിൻ എന്നതിലും ജറാണ്.
എന്നതാണ്. സുമ്മ മജ്റൂറത്തുൻ തബഅൻ ലിൽ ഇസ്മിൽ മദ്കൂരി ഖബ്ലഹ, അതിൻ്റെ മുമ്പുള്ള ഇസ്മിന് പറയപ്പെട്ട ഇസ്മിന് താബി ആയിക്കൊണ്ട് അതിനെ പിന്തുടർന്നുകൊണ്ട്. അപ്പോൾ കിതാബൻ എന്ന് പറയുമ്പം മുഫീദൻ, കിതാബിൻ എന്ന് പറയുമ്പം മുഫീദിൻ, കിതാബുൻ എന്ന് പറയുമ്പോൾ എന്താണ് മുഫീദുൻ, കിതാബുൻ മുഫീദുൻ, കിതാബൻ മുഫീദൻ, കിതാബിൻ മുഫീദിൻ. വക്കദാലിക്കൽ കലിമത്താനി ഫസീഹുൻ വൽ ജമീലത്തു, ഫസീഹ് എന്നുള്ള ജമീലത്ത് എന്നുള്ള കലിമത്തൊക്കെ അങ്ങനെ തന്നെ. ഫിൽ അംസലത്തിൽ ബാക്കിയുള്ള ഉദാഹരണങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. വഹാദ ആമുൻ ഫി കുല്ലി കലിമത്തിൻ തൻഅതു മാ ഖബ്ലഹ, ഇത് അത് എല്ലാ കലിമത്തിലും ബാധകമാണ്. അതായത് അതിന് മുമ്പുള്ള ഇസ്മിനെ നഅത്ത് ചെയ്യുന്ന വിശേഷണം പറയുന്ന ഇസ്മിനൊക്കെ ഇത് ബാധകം തന്നെയാണ്. ഈ ഖായിദ അൽ ഖവായിദ് ഖായിദകൾ. അന്നഅത്തു, നഅത്ത് എന്ന് പറഞ്ഞാൽ ലഫ്ദുൻ ഒരു പദമാണ്, യദുല്ലു അല അത് എന്തിന്മേൽ അറിയിക്കുന്നു, സിഫത്തിൻ ഒരു സിഫത്തിന്മേൽ അറിയിക്കുന്നു, യദുല്ലു അല സിഫത്തിൻ ഒരു വിശേഷണത്തിന്മേൽ സിഫത്തിന്മേൽ അറിയിക്കുന്നു, ഫി ഇസ്മിൻ ഖബ്ല അതിന് മുമ്പുള്ള ഇസ്മിന്. വയുസമ്മ അൽ ഇസ്മുൽ മൗസൂഫ്, മൗസൂഫാക്കപ്പെട്ട അല്ലെങ്കിൽ വസ്ഫ് ചെയ്യപ്പെട്ട വിശേഷണം പറയപ്പെട്ട ഇസ്മ് പറയപ്പെടുന്നു മൻഊത്തൻ, മൻഊത്ത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അന്നഅത്തു, നഅത്ത് എന്നത് യത്ബഉ അത് ഫോളോ ചെയ്യുന്നു പിന്തുടരുന്നു അൽ മൻഊത്തായ ഇസ്മിനെ ഫി റഫ്ഇഹി വ നസ്ബിഹി വ ജർരിഹി, അതിൻ്റെ റഫ്ഇനും നസ്ബിനും ജർറിലും, അതായത് ഫി ഇറാബിഹി എന്നർത്ഥം. ഇനി ഇതിൻ്റെ തംരീനാണ് അന്നഅത്തു വൽ മൻഊത്തു, നഅത്തും മൻഊത്തും വിശേഷണവും വിശേഷണം പറയപ്പെട്ട ഇസ്മും. തംരീൻ 1, നഅത്തൻ മുനാസിബൻ യോജിച്ച നഅത്തിനെ വെക്കുക, ഈ കുല്ലി മക്കാന് എല്ലാ സ്ഥാനത്തും ഖാലിൻ ഒഴിഞ്ഞ, അതായത് ഖാലിയായ സ്ഥാനത്ത്, ഖാലിയാണ് ഖാലി. വഷ്കുൽ ആഖിറഹു അതിൻ്റെ അവസാനത്ത് തഷ്കീൽ ചെയ്യുക, അതായത് ഫതഹത്താണോ ദമ്മത്താണോ പിന്നെ കസ്റത്താണോ അത് കൊടുക്കുക. അൽ വലദു സ്വാലിഹു യുഹിബ്ബുഹു അബുഹു, അൽ വലദു സ്വാലിഹു അവിടെ ഖാലിയായ സ്ഥലം അസ്വാലിഹു എന്നുള്ള സ്ഥലമായിരുന്നു. അവിടെ നമ്മൾ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുള്ളൂ, ചോദ്യം കൊടുത്തിട്ടില്ല. അൽ വലദു സ്വാലിഹു, അൽ വലദു ഡാഷ് യുഹിബ്ബുഹു അബുഹു എന്നാണ്. അപ്പം അൽ വലദു കുട്ടി, അർത്ഥം നോക്കണം നമ്മൾ. ഡാഷ് എങ്ങനത്തെ കുട്ടി, യുഹിബ്ബുഹു അവനെ ഇഷ്ടപ്പെടുന്നു, അബുഹു അവൻ്റെ പിതാവ്. അപ്പോൾ എങ്ങനത്തെ കുട്ടിയെ ഇഷ്ടപ്പെടുക, അൽ വലദുൽ മുജ്തഹിദു എന്ന് പറയാം, എന്ത് പരിശ്രമശാലിയായ കുട്ടി. അൽ വലദു സ്വാലിഹു എന്ന് പറയാം, അതായത് കുറച്ചും കൂടി ആപ്റ്റ്. തിൽമീദു എന്നൊക്കെ ആണെങ്കിൽ മുജ്തഹിദു ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. സ്വാലിഹു നല്ല കുട്ടി, സ്വാലിഹായ കുട്ടി, അവൻ്റെ ഉപ്പ അവനെ ഇഷ്ടപ്പെടുന്നു. ജറൈത്തു ഫി മൈദാനിൻ ഡാഷ്, ജറൈത്തു ഞാൻ നടന്നു ഫി മൈദാനിൻ ഫസീഹിൻ വിശാലമായ മൈതാനത്ത്, മൈതാനാകുമ്പോൾ ഫസീഹ് വിശാലമായ വാസ്റ്റ്. അക്സിർ മിനൽ ഖിറാഅത്തി നീ ഖിറാഅത്ത് വായന വർദ്ധിപ്പിക്കുക, ഫിൽ കുത്തുബി ഡാഷ് ഡാഷ് ആയ കിതാബുകളിൽ ഗ്രന്ഥങ്ങളിൽ, ഡാഷായ കിതാബുകൾ എന്ത് മുഫീദത്തായ, കുത്തുബ് പറയുമ്പോൾ മുഫീദത്ത് പ്രയോജനപ്രദമായ അതാണ് യോജിക്കുക. യദുറു സദീഖു ഡാഷ് സാഹിബഹു, യദുറു സദീഖു സദീഖിന് ബുദ്ധിമുട്ടാകുന്നു ആക്കുന്നു എന്ത് അസൂ സാഹിബഹു, സൂ അ സ്വാഹിബഹു എന്നായിരിക്കില്ല, സൂ അ സ്വാഹിബിഹി എന്നായിരിക്കാനാണ് സാധ്യത. അതൊന്ന് അങ്ങനെ ആകാനാണ് സാധ്യത. അവൻ്റെ കൂട്ടുകാരൻ്റെ സൂ തിന്മ, യദുറു ബുദ്ധിമുട്ടിക്കുന്നു, അസ്വദീഖു കൂട്ടുകാരന്. അത് ഞാൻ പുസ്തകം നോക്കിയില്ല, അത് ഇതിൽ കൊടുത്തത് ശരിയായി തോന്നുന്നില്ല. അപ്പോൾ അടുത്തതിലേക്ക് പോവാം. അത് ശ്രദ്ധിച്ചോളണേ, സ്റ്റുഡൻസൊക്കെ ശ്രദ്ധിക്കണം. അവിടെ എന്താണ് ആപ്റ്റ് നോക്കുക. കാരണം യദുറു സ്വദീഖു സു സ്വാഹിബഹു അങ്ങനെ ഒരു സെൻറ്റൻസ് വരില്ല. അടുത്ത് 5, അദുവുൻ ആഖിലുൻ ഖൈറുൻ മിൻ സ്വദീഖിൻ ജാഹിലിൻ, അദുവുൻ ആഖിലുൻ ബുദ്ധിമാനായ ശത്രു, ഖൈറുൻ ഉത്തമനാണ്, മിൻ സ്വദീഖിൻ ജാഹിലിൻ ജാഹിലായ അറിവില്ലാത്ത കൂട്ടുകാരനേക്കാൾ. അപ്പോൾ അദുവുൻ ഡാഷ് ആഖിലുൻ, ഇവിടെ മിൻ സ്വദീഖിൻ ജാഹിലിൻ എന്നുണ്ട്, മിൻ സ്വദീഖിൻ ഡാഷ് എന്നാണ് ഉള്ളത്, പിന്നെ അത് ജാഹിലിന് കൊടുത്ത. അപ്പോൾ 2 ഡാഷ് ഉണ്ടെങ്കിൽ ഇവിടെ എന്താണ് അദുവുൻ ആഖിലുൻ ബുദ്ധിമാനായ ശത്രു, മിൻ സ്വദീഖിൻ ഖൈറുൻ മിൻ സ്വദീഖിൻ ജാഹിലിൻ ജാഹിലായ സ്വദീഖിനേക്കാൾ. ലാ തഷ്റബ് അൽ മാ അൽ മുലവ്വസ,
ലാ തഷ്റബ് അൽ മാ എന്നാണ് ചേർത്ത് പറയുമ്പോൾ ലാ തഷ്റബിൽ മാ എന്ന് പറയും. ലാ തഷ്റബ് നീ കുടിക്കരുത് അൽ മാ ആ വെള്ളം, അൽ മുലവ്വസ കലങ്ങിയ അല്ലെങ്കിൽ മലിനമായ അർത്ഥം. അപ്പോൾ അൽ മുലവ്വസ എന്നുള്ളത് മാ എന്നുള്ളതിനോട് അവിടെ യോജിച്ചാണ്, കുടിക്കരുത് എന്നല്ല പറഞ്ഞത്. അപ്പം എങ്ങനത്തെ വെള്ളമായിരിക്കും? മുലവ്വസായ വെള്ളമായിരിക്കും. അൽ മുലവ്വസ അൽ മാ എന്ന് വന്നു, അപ്പോൾ അൽ മുലവ്വസ എന്ന് വന്നു. അൽ ഹിദാഉ ദയ്യിഖു യദുറുൽ ഖദമ. അൽ ഹിദാഉ ദയ്യിഖു ഇടുങ്ങിയ ഷൂ, യദുറു ബുദ്ധിമുട്ടിക്കുന്നു, അൽ ഖദമ ഖദമിനെ. അപ്പോൾ ഇവിടെയും അതേപോലെ യദുറു സിദ്ദീഖ എന്നാണ് നേരത്തെ പറഞ്ഞില്ലേ, അത് സിദ്ദീഖിനെ ബുദ്ധിമുട്ടിക്കുന്നു. സൂഉ സാഹിബിഹി എന്നാണെങ്കിൽ കറക്റ്റാവും. അവൻ്റെ കൂട്ടുകാരൻ്റെ ചീത്ത അല്ലെങ്കിൽ തിന്മ എന്നാണ്, അങ്ങനെയാണെങ്കിൽ ശരിയാവും. അടുത്തത് സുർത്തു വാഹിയത്തൻ ജമീരത്തൻ. സുർത്തു ഞാൻ സന്ദർശിച്ചു, വാഹിയത്തൻ ജമീരത്തൻ, ജമീരത്തായൊരു വാഹിയത്ത്. വാഹിയത്ത് എന്താണ് വായന എന്നറിയില്ല, നോക്കണം. ജമീരത്ത് ഭംഗിയുള്ളൊരു വാഹിയത്ത് ഞാൻ സന്ദർശിച്ചതാണ്. ലിൽ ജമലി ഉനുഖുൻ തവീലത്തുൻ. ലിൽ ജമലി ഉനുഖുൻ, ലിൽ ജമലി ജമലിനുണ്ട്, ജമൽ അതിനെ ക്യാമൽ, അതിന്ന് വന്ന് തന്നെ അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ക്യാമൽ. ജ എന്നുള്ളത് ചിലപ്പോഴൊക്കെ ഖ എന്ന് ഉച്ചരിക്കും, ക്യാമൽ. ഉനുഖുൻ തവീലത്തുൻ, നീളമുള്ള ഉനുഖ്. അപ്പോൾ ഉനുഖ് എന്നുള്ള തൊവീലത്തുൻ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഉനുഖ് സ്ത്രീലിംഗ് ആണെങ്കിൽ ആയതുകൊണ്ടായിരിക്കും. തനാഫസു ഫിൽ അമലി സ്വാലിഹി. തനാഫസു നിങ്ങൾ മത്സരിക്കൂ, പരസ്പരം മത്സരിക്കൂ. ഫിൽ അമലി സ്വാലിഹി സൽക്കർമ്മത്തിൽ, സ്വാലിഹ നല്ല പ്രവൃത്തിയിൽ മത്സരിക്കൂ. തംരീൻ 2. വാ മൻഊത്തൻ മുനാസിബൻ ഫിൽ മക്കാനിൽ ഖാലി. ഖാലിയായ സ്ഥലത്ത് വിട്ട പൂരിപ്പിക്കാണ്, യോജിച്ച നാഴത്ത് കൊണ്ട് മൻഊത്ത് കൊണ്ട് പൂരിപ്പിക്കാനാണ്, മൻഊത്ത് വെക്കാനാണ്. വഷ്കുൽ ആഖിറഹു അതിൻ്റെ അവസാനം ഷക്ർ ചെയ്യാൻ, ഫതഹത്ത ദമ്മത്ത കസ്റത്ത അത് കൊടുക്കുക. യുഹിബ്ബുൻ നാസു ഡാഷ് അൽ ആദില. ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു ഡാഷ് അൽ ആദില, ആദിലായ ഡാഷിനെ, ആദിലായ ഭരണാധികാരി എന്നാണ് യോജിക്കുക. അപ്പോൾ അൽ ഹാക്കിമ. യുഹിബ്ബു ഇഷ്ടപ്പെടുന്നു, അന്നാസു ജനങ്ങൾ. യുഹിബ്ബു എന്നുള്ള ഫിഅലാണ്, ഫിഅൽ മുദാരി. അന്നാസു അതിൻ്റെ ഫാഇൽ മർഫൂആണ്, റഫാക്കപ്പെട്ട ബിദ്ദമ്മ. അൽ ഹാക്കിമ ആരെ? ഭരണാധികാരി. അപ്പോൾ ഹാക്കിമ എന്ന് നസ്ബ് ഫതഹത്ത് കൊണ്ടുള്ള നസ്ബാണ്. അൽ ആദില നീതിമാനായ, സിഫത്ത് അല്ലെങ്കിൽ നായത്ത്. അപ്പോൾ ആദില എന്നത് നായത്താണ്, എന്തിൻ്റെ? ഹാക്കിമ എന്നതിൻ്റെ. ഹാക്കിം മൻഊത്താണ് ആദിലയുടെ. ഫിൽ ബുസ്താനി വർദ്ധത്തുൻ മുഫത്തഹത്തുൻ. ഫിൽ ബുസ്താനി ഗാർഡൻ, പൂന്തോട്ടത്തിലുണ്ട്. വർദ്ധത്തുൻ മുഫത്തഹത്തുൻ വിരിഞ്ഞ വർദ്ധ, റോസാപ്പൂ. അത്വആമുൽ കസീറു യദുറുൽ മഇദത. അത്വആം ഭക്ഷണം, ഡാഷാണ് കൊടുത്തിട്ട് അൽ കസീറു അധികരിച്ച. അപ്പോൾ ഡാഷ് അൽ കസീറു അധികരിച്ച ഡാഷ് യദുറു ബുദ്ധിമുട്ടിക്കുന്നു അൽ മഇദത്ത ആമാശയത്തെ. അപ്പോൾ ത്വആമെന്ന് മനസ്സിലാക്കുക. അത്വആമു മുബത്തദ ആയതുകൊണ്ട് അത്വആമു എന്ന് എഴുതണം. അത്വആമു എന്ന് വരുമ്പോൾ അതിൻ്റെ നാഴത്ത് അൽ കസീറു, അതിനും വമ്മത്ത് കൊണ്ട് റഫ് ആണ്. വളൗതു സൂറത്ത ഫി ഡാഷ് ബദിഇൻ. എന്താണ് വളൗത്ത്? ഞാൻ വെച്ചു അസൂറത്ത ചിത്രം, ചിത്രത്തെ വെച്ചു. ഫി ഇത്വാരിൻ ബദിഇൻ. ഇത്വാർ എന്ന് പറഞ്ഞാൽ ഫ്രെയിമാണ്, ഫ്രെയിം ബദിആയ. അബ്സർത്തു ഫിൽ ഹഖലി ഹയവാനൻ മുഫ്തരിസൻ. അബ്സർത്തു ഞാൻ കണ്ടു, എനിക്ക് കാണിച്ചു എന്ന് പറയാം. ഫിൽ ഹഖലി വയലിൽ, ഹയവാനൻ മുഫ്തരിസൻ അതായത് പ്രൊഡേറ്ററായ, മുഫ്തരിസ് പറഞ്ഞാൽ മറ്റു ജീവികളെ ഭക്ഷിക്കുന്ന ഹയവാന, മൃഗത്തെ കണ്ടു, വന്യമൃഗത്തെ. അക്റഹു അസ്സൈറ ഫി തുറുഖിൽ മുസ്ദഹിമത്തി. അക്റഹു ഞാൻ വെറുക്കുന്നു, ഇഷ്ടപ്പെടുന്നില്ല. അസ്സൈറ യാത്ര, സഞ്ചാരം. ഫി ഡാഷ് അൽ മുസ്ദഹിമത്തി. മുസ്ദഹിമത്ത് പറഞ്ഞാൽ തിരക്കുള്ള ഡാഷിൽ. ഫി തുറുഖിൽ മുസ്ദഹിമത്തി തിരക്കുള്ള വഴികളിൽ, റോഡുകളിൽ. തഹ്മിലു അഷജറത്തു സിമാറൻ നാദിജതൻ. തഹ്മിലു വഹിക്കുന്നു, അഷജറത്തു മരം, എന്ത്? സിമാറൻ നാദിജതൻ പഴുത്ത അല്ലെങ്കിൽ പാകമായ സിമാർ പഴങ്ങളെ
അപ്പോൾ ഡാഷ് എന്നാണ് സിമാർ എന്നുള്ളിടത്ത് അവിടെ സിമാർ ബോർഡാക്കിയത് ഡാഷിൻ്റെ സ്ഥാനത്താണ്. ഫിസ്സമായി നുജൂമുൻ ലാമിയത്തുൻ, ഫിസ്സമായി ആകാശത്തുണ്ട് ഡാഷ് ലാമിയത്തുൻ. അപ്പോൾ നുജൂമുൻ ലാമിയത്ത് തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, നജ്മ് നക്ഷത്രം, നുജൂമ് നക്ഷത്രങ്ങൾ. ത്വാഊസി മയിലിനുണ്ട് ഡാഷ് ജമീലുൻ, ഭംഗിയുള്ള ഡാഷ്. എന്താണ് മയിലിൻ്റെ പ്രത്യേകത? രീഷ്, രീഷ് തൂവൽ, രീഷുൻ ജമീലുൻ. അറാഫിൽ ജവ്വി ഞാൻ അന്തരീക്ഷത്തിൽ കാണുന്നു ഡാഷ് കസീഫൻ കട്ടിയുള്ള ഡാഷ്, മഞ്ഞുകൾ, മൂടൽ മഞ്ഞ്, മഞ്ഞൊക്കെ, ലബാബ് ലബാബൻ. അപ്പം അറാഫിൽ ജവ്വി ലബാബൻ കസീറ, കസീഫൻ, കസീഫറ കട്ടിയുള്ള, തിങ്ങിയ എന്നൊക്കെ പറയാം. തംരീൻ 3 വൈൽ അസ്മാ ആത്തിയ ഫി ജുമലിൻ, താഴത്ത് നിൽക്കുന്ന ഇസ്മുകളെ ജുംലകളിൽ പ്രയോഗിക്കാനാണ്. സുമ്മൻ അത്ഹ ബിനുഊത്തിൻ മുനാസിബ, പിന്നെ അതിന് യോജിച്ച നാത്ത് കൊണ്ട് അതിന് നാത്ത് വെക്കുക, വിശേഷണം പറയാം. മാ ലൊബത്തി ആഖിരി മൻഊത്തി വൻ നാത്ത്, മൻഊത്തായ ഇസ്മിനും നാത്തിനും എന്ത് ചെയ്യുക? ലൊബത്ത് ചെയ്തുകൊണ്ട്, തഷ്കീൽ ചെയ്തുകൊണ്ട്. ഹാദാ നെഹ്റുൻ അദ്ബുൻ, ഇത് ശുദ്ധമായ പുഴയാണ്, നദിയാണ്. നെഹ്റുൻ അദ്ബുൻ. സിർതു ഫി ത്വരീഖിൻ ത്വീലിൻ, ഞാൻ ത്വരീഖ്, ഫി ത്വരീഖ് എന്നുള്ള മുകളിൽ കൊടുത്തിട്ടുണ്ടാവും നേരത്തെ, അപ്പോൾ അതിൽ നിന്ന് എടുത്ത് എഴുതുകയാണ്. സിർതു ഫി, അപ്പം ഞാൻ ഡാഷിൽ സഞ്ചരിച്ചു. എവിടെ? ത്വരീഖല്ലേ യോജിക്കുക, ഫി നെഹ്റിൻ താവില്ലല്ലോ. അപ്പോൾ ഫി ത്വരീഖിൻ, പിന്നെ അതിന് യോജിച്ച ഒരു സംഭവം നമ്മൾ കണ്ടെത്തണം. ത്വീലിൻ നീണ്ട വഴി, ലോങ്ങായ വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചു. ഫിൽ ഹക്കലി ഡാഷ് എന്നാണ് ഉണ്ടാവുക. ഫിൽ ഹക്കലി വയലിലുണ്ട്. നഖ്ലത്തുൻ ഒരു ഈത്തപ്പനയുണ്ട്. ആലിയത്തുൻ, ആലിയത്തുൻ ഉയരമുള്ള. നസല മത്തോറുൻ ഒസീറുൻ, നസല വർഷിച്ചു ഡാഷ് എന്താണ്? മത്തോറുൻ മഴ, വസീറുൻ സമൃദ്ധമായ, മത്തറാബോ വസീർ എന്ന് പറയാം, സമൃദ്ധമായ. ഷാർന ബി ഡാഷ്, ഷാർന നമുക്ക് ഫീൽ ചെയ്തു, വി ഫെൽറ്റ് എന്നുള്ളതാണ്. ബി കൊണ്ട്, എന്തുകൊണ്ട്? ബർദിൻ തണുപ്പ് കൊണ്ട്, തണുപ്പ് ഫീൽ ചെയ്തു. ഷദീദിൻ ശക്തമായ. സ്വല്ലൈതു ഫി ഡാഷ്, സ്വല്ലൈതു ഞാൻ നിസ്കരിച്ചു. ഫി ഡാഷ് ഇൽ, എവിടെ നിസ്കരിച്ചത്? ഫിൽ മസ്ജിദി, എങ്ങനത്തെ മസ്ജിദ്? വിശാലമായ, അല്ലെ വലിയ, അൽ കബീരി, അല്ലെ ഫിൽ മസ്ജിദിൽ വാസിഇ, അങ്ങനെയൊക്കെ പറയാം. ഹാദാ ഡാഷ്, ഇത് എന്താണ്? ബിനാ ഉൻ കെട്ടിടമാണ്. മതീനുൻ ശക്തമായ, കവിയായ. തജവ്വൽന ഫിൽ ബുസ്താനിൽ വാസിഇ, അൽ ബുസ്താനിൽ വാസി എന്നുള്ളതാണ് അവിടെ. അല്ലെ വാസിഇ എന്നുള്ളത് നായത്ത്, ബുസ്താൻ എന്നുള്ള മൻഊത്ത്. അസ്സമാഉ സ്വാഫിയത്തു ജമീലത്തുൻ, അസ്സമാഉ സ്വാഫിയത്തു എന്താണ്? സ്വാഫിയായ ആകാശം, തെളിഞ്ഞ ആകാശം. ജമീലത്തുൻ ഭംഗിയുള്ളതാണ്. സ്വാഫിയത്താണ് തെളിഞ്ഞ. അപ്പോൾ അസ്സമാഉ സ്വാഫിയത്തു എന്നുള്ളത് സ്വാഫിയത്ത് നായത്ത്, അസ്സമാഉ എന്നുള്ളത് മൻഊത്ത്. ഹാദാ ബഹ്റുൻ ഹായിജുൻ, ഹാദാ ഇത് ഡാഷാണ്. ബഹ്റുൻ സമുദ്രമാണ്. ഹായിജുൻ ഇരമ്പുന്ന. അഖ്ലാഅത്തി സഫീനത്തുൽ കബീറത്തു, അഖ്ലാഅത്ത് പറഞ്ഞാൽ പിന്നെ കടപഴകി എന്നൊക്കെ അർത്ഥം വരും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ കപ്പൽ അത് മുങ്ങി നടന്ന അർത്ഥത്തിലാണ്. അൽ കബീറത്ത് വലിയ. വസലൽ ഖിതാറു സരിഉ, വസല എത്തി. അൽ ഖിതാറു സരിഉ വേഗതയുള്ള തീവണ്ടി. തംരീൻ അലിസ് എക്സ്പ്രസ് ട്രെയിൻ എന്നായിരിക്കാം. എക്സ്പ്രസ് ട്രെയിൻ എന്നുള്ളതിന് ഖിതാറു സരി എന്ന് പറയുന്നുണ്ട്. നേരർത്ഥം വേഗതയുള്ള തീവണ്ടി എന്നാണ്. തംരീൻ 4 കവ്വിൻ ജുമലൻ തഷ്തമിനു കുല്ലു വാഹിദത്തും മിൻഹാ അലസ്മിൻ മൻഊത്തിൻ മാ വബത്തി ആഖിരി മൻഊത്തി വന്നാത്ത്. ഇതും ജുംല ഉണ്ടാക്കാനാണ്. അവിടെ പിന്നെ ഇസ്മ് മൻഊത്തായ ഇസ്മും വേണം, അതേപോലെ നാത്തായിട്ടുള്ള ഇസ്മും വേണം. മസസ്തു ഹജറൻ ഹഷീനൻ, മസസ്തു ഞാൻ തൊട്ടു, സ്പർശിച്ചു. ഹജറൻ കല്ലിന്, ഹഷീനൻ പരുക്കമായിട്ടുള്ള കല്ല്. ഷരിബത്തു മാ അൻ അദ്ബൻ, ഷരിബത്തു ഞാൻ കുടിച്ചു. മാ അൻ വെള്ളത്തെ, അദ്ബൻ ശുദ്ധമായ, ഞാൻ ശുദ്ധമായ വെള്ളം കുടിച്ചു. വെള്ളത്തെ കുടിച്ചെന്നൊന്നും പറയില്ല, അത് മാ അൻ എന്നുള്ളത് അവിടെ മഫ്ഊലും ബിഹി എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നതാണ്. ഖതഫ്തു സിമാറൻ നാദിജത്തൻ, ഖതഫ്തു ഞാൻ പറിച്ചെടുത്തു. സിമാറൻ പഴങ്ങൾ, നാദിജത്തൻ എന്താണ്?
പഴുത്ത അല്ലെങ്കിൽ പാകമായ. ദബുലത്ത് സഹിറത്തുൻ ദാബിലത്തുൻ. ദബുലത്ത് വാടി, സഹിറത്തുൻ എന്താണ് പൂവ്, ദാബിലത്തുൻ വാടിയ പൂവ്. ലമഅത്ത് നുജൂമുൻ ലാമിഅത്തുൻ. റഅയ്തു ഹയവാനൻ മുഫ്തരിസൻ, നേരത്തെ പറഞ്ഞതാണ്. റഅയ്തു ഞാൻ കണ്ടു, ഹയവാനൻ മുഫ്തരിസൻ മുഫ്തരിസായ പ്രെഡേറ്ററായ ഒരു വന്യമൃഗത്തെ. ഹാദാ ഹവാഉൻ റായിഖുൻ, ഇത് നല്ല എന്താണ് ശുദ്ധമായിട്ടുള്ള വായുവാണ്. അക്കൽത്തു തുഫാഹൻ ഹുൽവൻ, അക്കൽത്തു ഞാൻ ഭക്ഷിച്ചു, തുഫാഹൻ ആപ്പിൾ, ഹുൽവൻ മധുരമുള്ള, തുഫാഹൻ ഹുൽവൻ. ദഖൽത്തുൽ ബൈത്തൻ നദീഫ, ദഖൽത്തു ഞാൻ പ്രവേശിച്ചു, അൽ ബൈത്ത വീട്ടിൽ, അൻ നദീഫ വൃത്തിയുള്ള, അൽ ബൈത്ത എന്നായപ്പോൾ അൻ നദീഫ. ഇഷ്തറൈത്തു കുത്തനൻ മഹ്ലൂജൻ, മഹ്ലൂജായ കുത്തിന് കോട്ടൺ ഞാൻ വാങ്ങി. ഇഷ്തറൈത്തു ഞാൻ വാങ്ങി, കുത്തിന് കോട്ടൺ പഞ്ഞി. മഹ്ലൂജ്, മഹ്ലൂജ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുരുവൊക്കെ കളഞ്ഞ എൻ്റെ ടിന്നിങ് പ്രോസസ്സൊക്കെ കഴിഞ്ഞത്. തംരീൻ 5. ഹംസു ജുമലിൻ ഫിഅലിയത്തിൻ ഫിഹ ഫാഇലുൻ മൻഊത്തുൻ. മൻഊത്തായ ഫാഇൽ വരുന്ന വിധത്തിലുള്ള 5 ഫിഅലിയായ ജുംലകൾ. ഫെയിലിയായ ജുംലയിൽ ഫെയിലും ഫായിലും ഉണ്ടാവും. ഇസ്മിയ ജുംലയിൽ മുബ്തദ ഖബറുള്ള പോലെ. നജഹ ത്വാലിബുൽ മുജ്തഹിദു, മുജ്തഹിദായ പരിശ്രമശാലിയായ വിദ്യാർത്ഥി വിജയിച്ചു. നജഹ ഫിഅൽ മാദി, അത്വാലിബു ഫാഇൽ മർഫൂഉൻ ബിൽ ദമ്മ, അൽ മുജ്തഹിദു നഅത്ത് മർഫൂഉൻ ബിൽ ദമ്മ. മൻഊത്ത് ഏതാണ്? അത്വാലിബു. ഹളറ അൽ ആലിമുൽ ഫാദിലു, ശ്രേഷ്ഠവാനായ പണ്ഡിതൻ ഹാജരായി. സാഫറ താജിറു സ്വാദിഖു, സത്യസന്ധനായ താജിർ കച്ചവടക്കാരൻ യാത്ര ചെയ്തു. ഫാസൽ ഫരീഖുൽ ഖവിയു, ശക്തമായ ടീം വിജയിച്ചു. ഫരീഖ് ടീം, ഖവിയു ശക്തമായ. ആദൽ മുസാഫിറു അത്തായിബു, ക്ഷീണിതനായ യാത്രക്കാരൻ മടങ്ങി വന്നു. ഹംസ് ജുമൽ ഫിഅലിയ, ഹംസ് ജുമലിൻ ഫിഅലിയത്തിൻ ഫിഹ മഫ്ഊലുൻ ബിഹി മൻഊത്തുൻ, മഫ്ഊലുൻ ബിഹി മൻഊത്തായിട്ട് വന്നിട്ടുള്ള പിന്നെ 5 ജുംല ഉണ്ടാക്കാനാണ്. ഖറഅതു കിതാബൻ മുഫീദൻ, ഖറഅതു ഞാൻ വായിച്ചു, കിതാബൻ ഉണ്ടോ, ഖറഅതു ഞാൻ വായിച്ചു, ഫിഅലും ഫാഇൽ. കിതാബൻ മഫ്ഊലുൻ ബിഹി മൻസൂബ് ബി അൽ ഫത്ഹ്. മുഫീദൻ അന്നാഅത്ത്, നാഅത്ത് കിതാബൻ എന്നുള്ള നാഅത്താണ്, മൻസൂബും ബിൽ ഫത്ഹ്. ആ കിതാബൻ എന്നുള്ള നാഅത്ത് അവിടെ, ആ മഫ്ഊലുൻ ബിഹിയാണ്, മഫ്ഊലുൻ ബിഹി മൻഊത്തായിട്ട് വന്നു. കിതാബ് എന്നുള്ള നാഅത്തല്ല, മൻഊത്ത്, നാഅത്ത് മുഫീദൻ എന്നുള്ളത്. ശരിബത്തു മാ അൻ ബാരിദൻ, ശരിബത്തു ഞാൻ കുടിച്ചു, മാ അൻ ബാരിദൻ തണുത്ത വെള്ളം. ഷാഹത്തു ഫിൽമൻ ഹാദിഫൻ, ഹാദിഫ് എന്ന് പറഞ്ഞാൽ ഹറർ എന്നാ തോന്നുന്നു, ഹറർ ഉണ്ടാക്കുന്ന. ഞാൻ ഹറർ ഫിലിം കണ്ടു എന്നായിരിക്കും, നോക്കണേ. സുർത്തു മക്കാനൻ ജമീലൻ, സുർത്തു ഞാൻ സന്ദർശിച്ചു, മക്കാനൻ ജമീലൻ സുന്ദരമായൊരു സ്ഥലം. മക്കാനൻ ജമീലൻ, മക്കാൻ എന്നുള്ള അവിടെ മഫ്ഊലുൻ ബിഹി ആണല്ലോ സുർത്തു എന്നതിൻ്റെ. സമിഅതു ഖബറൻ സാറൻ, സമിഅതു ഞാൻ കേട്ടു, ഫിഅലും ഫാഇൽ. ഖബറൻ മഫ്ഊലുൻ ബിഹി മൻസൂബുൻ ബിൽ ദമ്മ, ഖബറൻ വാർത്ത. സാറൻ സന്തോഷം നൽകുന്നു, സന്തോഷദായകമായ. സാറൻ എന്നുള്ളത് ആണ് നാഅത്ത്, ഖബർ എന്നുള്ള ന്യൂസ് എന്നത് അവിടെ മൻഊത്ത്. ഹംസു ജുമലിൻ ഇസ്മിയത്തിൻ ഫിഹ മുബ്തദഉൻ മൻഊത്തുൻ, ഇസ്മിയായ 5 ജുംല ഉണ്ടാക്കണം, അതിന് മുബ്തദ മൻഊത്തായിട്ട് വരും വേണം. അൽ ഇൽമു നാഫിഉ നൂറുൻ, അൽ ഇൽമു നാഫിഉ, നാഫിയായ ഇൽമു നൂറുൻ, അത് എന്താണ്? പ്രകാശമാണ്. അപ്പോൾ അൽ ഇൽമു എന്നുള്ളത് മുബ്തദ ആണ്, അൻ നാഫിഉ ഉപകാരപ്രദമായ, അത് മൻഊത്ത് എന്താണ്? നാഅത്താണ്. അപ്പോൾ അൽ ഇൽമു എന്നുള്ളത് മൻഊത്തുമാണ്, നാഫിഉ എന്നുള്ളതിൻ്റെ മൻഊത്താണ്. നൂറുൻ ഖബർ. അത്വരീഖു ത്വവീലു മുത്ഇബുൻ, അത്വരീഖു ത്വവീലു ദീർഘമായ വഴി, മുത്ഇബുൻ ക്ഷീണിപ്പിക്കുന്നതാണ്. അൽ ബൈത്തുൽ വാസിഉ മുരീഹുൻ, വിശാലമായ വീട്, മുരീഹുൻ റാഹത്ത് നൽകുന്നതാണ്. അസ്വദീഖുൽ വഫിയു, വാഗ്ദത്തം പൂർത്തീകരിക്കുന്ന കൂട്ടുകാരൻ, കൻസുൻ ഒരു നിധിയാണ്. അൽ അമലു സ്വാലിഹു മത്ലൂബുൻ, സൽക്കർമ്മം എന്നത് തേടപ്പെടുന്നതാണ്, അത് എല്ലാവർക്കും ഇഷ്ടമാണ്. ഹംസു ജുമലിൻ ഇസ്മിയത്തിൻ ഫിഹ ഖബർ മൻഊത്തുൻ, ഇസ്മിയായ 5 ജുംലകൾ, അതിൽ എന്ത് വേണം? മൻഊത്ത് ഖബറായിട്ട് വരണം.
ഇൽമുൻ നൂറുൻ നാഫിഉൻ. ഇൽമു എന്നത് നൂറുൻ പ്രകാശമാണ്, നാഫിയായ. അപ്പോൾ നൂറുൻ എന്നതിൻ്റെ നായത്താണ് നാഫിഉൻ എന്നത്. അൽ ഈമാനു ത്വരീഖുൻ മുസ്തഖീമുൻ. ഈമാൻ എന്നത് ശരിയായ മാർഗമാണ്. അസ്വിദ്ഖു ഖുൽഖുൻ കരീമുൻ. സിദ്ഖ് സത്യസന്ധത എന്നത് മാന്യമായ അല്ലെങ്കിൽ മഹത്തായ ഒരു സ്വഭാവവിശേഷമാണ്. അസ്സബ്റു ഖസ്ലത്തുൻ അദീമത്തുൻ. ക്ഷമ എന്നത് വലിയ ഒരു മഹത്തായ കാര്യമാണ്, ഖസ്ലത്ത്. അൽ അദബ് സുലൂക്കുൻ ഹസനുൻ. അദബ് നല്ലൊരു സുലൂക്കാണ്, ഒരു മാർഗമാണ് എന്നുള്ളതൊക്കെയാണ്. ഖംസു ജുമലിൻ ഫിഹ ഇസ്മുൻ മജ്റൂറുൻ മൻഊത്തുൻ. ഇസ്മു മജ്റൂർ ജറാക്കപ്പെട്ട ഇസ്മ് മൻഊത്തായിട്ട് വരത്തക്ക വിധത്തിൽ 5 ജുംലകൾ. ജലസ്തു ഫി മജ്ലിസിൻ ഹാദിഇൻ. ജലസ്തു ഫിഅലു ഫാഇൽ ഞാനിരുന്നു. ഫി മജ്ലിസിൻ ജാറ് മജ്റൂർ. ഫി എന്നുള്ളതാണ് ജറിൻ്റെ ഹർഫ്. മജ്ലിസിൻ അത് കസ്റത്ത് കൊണ്ട് ആണ് എന്ത് ജർ. ഹാദിഇൻ എന്ന് പറഞ്ഞാൽ ശാന്തമായ, കാം. അപ്പോൾ ഹാദിഇൻ പിന്നെ മജ്റൂറും ബിൽ കസ്റ നാത്താണ്. മൻഊത്ത് ഏതാണ്? മജ്ലിസിൻ. സിർത്തു അലാ ത്വരീഖിൻ മുസ്തഖീമിൻ. നേരായ വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചു. നദർത്തു ഇലാ സമാഇൻ സ്വാഫിയത്തിൻ. തെളിഞ്ഞ ആകാശത്തിലേക്ക് ഞാൻ നോക്കി. മറർത്തു ബി ബൈത്തിൻ കബീരിൻ. വലിയൊരു വീടിൻ്റെ അരികിലൂടെ ഞാൻ പാസ് ചെയ്തു, നടന്നു. ലഅബ്തു ഫി മൈദാൻ ഫസിഹിൻ. വിശാലമായ മൈതാനത്തിൽ ഞാൻ കളിച്ചു.